അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുന്ന രണ്ടാളുകൾ തമ്മിൽ പിരിയാനുള്ള കാരണമാകുന്നത് അതിൽ ഏതെങ്കിലും ഒരാൾ ചെയ്ത പാപത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികൾ, അൽ-ഇമാം അൽ-ബുഖാരി റഹിമഹുള്ളാഹിയുടെ അൽ-അദബുൽ മുഫ്രദ് എന്ന ഹദീസ് കിതാബിൽ കഴിഞ്ഞ ദിവസത്തിൽ നാം വായിച്ചിരുന്ന ബാബു ഹിജ്റത്തുൽ മുസ്ലിം, ഒരു മുസ്ലിമിനെ ഹജ്ർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അഥവാ അകറ്റി നിർത്തുക, പിണങ്ങുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബാബിലെ ഹദീസുകളാണ്. അതിൽ ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമുമായി 3 ദിവസത്തിൽ കൂടുതൽ പിണങ്ങി നിൽക്കാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ഹദീസുകൾ നമ്മൾ വായിച്ചു. ഈ ബാബിലെ അടുത്ത ഹദീസാണ് عن أبي هريرة رضي الله عنه عن النبي صلى الله عليه وسلم قال لا تباغضوا ولا تنافسوا وكونوا عباد الله إخوانا. لا تباغضوا, നിങ്ങൾ പരസ്പരം വിദ്വേഷം പക വെച്ചു പുലർത്തരുത്. ولا تنافسوا, നിങ്ങൾ പരസ്പരം ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരാളുമായിട്ട് എപ്പോഴും മത്സരിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥ ഉണ്ടാകരുത്. വകൂനു ഇബാദല്ലാഹി ഇഖ്വാന, നിങ്ങൾ അള്ളാഹുവിന്റെ അടിമകളും അതുപോലെ തന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിക്കുന്ന സഹോദരന്മാരുമായി തീരുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ മനുഷ്യരുടെ ഇടയിൽ പലതരത്തിലുള്ള രീതിയിൽ പിണക്കങ്ങളും അതുപോലെ തന്നെയുള്ള കാര്യങ്ങൾ നമ്മൾ കാണാറുണ്ട്. അതിൽ 2 കാര്യങ്ങളാണ് ഈ ഹദീസിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. ഇതല്ലാതെയുള്ള ചില കാര്യങ്ങൾ വരുന്ന ഹദീസുകളിൽ പറയുന്നുണ്ട്. ഇതിൽ ഒന്നാമത്തേത് പറയുന്നത് ലാ തബാഗദു എന്നാണ്, അഥവാ പരസ്പരം വിദ്വേഷം വെച്ച് പുലർത്തുന്ന പക വെച്ച് പുലർത്തുന്ന ആളുകളായി മുസ്ലിമീങ്ങൾ മാറാൻ പാടില്ല. നമുക്കൊരാളുമായിട്ട്, ഒരു മുസ്ലിമായ സഹോദരനുമായിട്ട് ഒരു പക, ഒരു വിദ്വേഷം അത് വെച്ച് പുലർത്തുന്ന അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. നാം യഥാർത്ഥ ഒരു മുസ്ലിം ആണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ മുറുകെ പിടിക്കുന്ന, അത് പിൻപറ്റണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ. അതുപോലെ വലാ തനാഫസു, നിങ്ങൾ പരസ്പരം മത്സരിക്കരുത്. അഥവാ ഒരാളുമായിട്ട് പ്രത്യേകമായിട്ടുള്ള ഒരു വിഷയത്തിൽ ഒരാളെ കൊണ്ട് അയാളുമായിട്ട് എല്ലാ കാര്യത്തിലും മത്സരിച്ചുകൊണ്ടേയിരിക്കുക. അയാൾ ഒരു വസ്തു വാങ്ങിയാൽ അതിനേക്കാൾ വലിയൊരു വസ്തു ഞാൻ വാങ്ങുക, അങ്ങനെ അയാൾ എന്തെങ്കിലും കാര്യം ചെയ്താൽ അതിനേക്കാൾ നല്ല രീതിയിൽ ചെയ്യുക, അങ്ങനെയൊക്കെ ഒരു മത്സരം, ദീനിയായ മത്സരം പറ്റും. ഇപ്പൊ ഖുർആനിൽ ഫലയതനാഫസുൽ മുതനാഫിസൂൻ എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. സ്വർഗത്തിന് വേണ്ടി മത്സരിക്കുന്നവർ മത്സരിക്കട്ടെ. ഒരാൾ നമ്മേക്കാൾ ഇബാദത്ത് ചെയ്യുന്നുണ്ട്, നമ്മേക്കാൾ അറിവ് നേടുന്നുണ്ട്, നമ്മേക്കാൾ സുന്നത്തിനെ മുറുകെ പിടിക്കുന്നുണ്ട്, അയാളുമായിട്ടാണ് ഞാനും അയാളെ പോലെ ഇബാദത്ത് ചെയ്യണം, അല്ലെങ്കിൽ അയാൾ എന്നേക്കാൾ സ്വതക്കം എടുക്കുന്നുണ്ട്, ഞാനതിൽ മത്സരിക്കട്ടെ. ഇപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ഉമർ റളിയല്ലാഹു അൻഹു മത്സരിച്ചതുപോലെ അങ്ങനെ ദീനിയായ വിഷയങ്ങളിൽ അസൂയയില്ലാതെ അല്ലെങ്കിൽ ആ നിലക്കുള്ള കാര്യങ്ങളില്ലാതെ സ്വർഗത്തിലേക്ക് മുന്നേറാൻ വേണ്ടി മത്സരിക്കുന്നത് പ്രോത്സാഹിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അതല്ലാതെ ഭൗതികമായ വിഷയങ്ങളിൽ എപ്പോഴും ഒരാളുമായിട്ട് ഇങ്ങനെ മത്സരിച്ചു കൊണ്ടിരിക്കുന്ന ആ രീതിയിൽ പാടില്ല എന്ന് പറയുകയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വകൂനു ഇബാദല്ലാഹി ഇഖ്വാനൻ, നിങ്ങൾ അള്ളാഹുവിന്റെ അടിമകളായി പരസ്പരം സഹോദരങ്ങളായി നിങ്ങൾ ആവുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയാണ്. മുസ്ലിമുകൾ തമ്മിൽ ഉണ്ടാകേണ്ട ആ ബന്ധത്തിന്റെയും ആ ഒരു സഹോദര്യ ബന്ധത്തിന്റെയും പ്രാധാന്യമാണ് ഈ ഹദീസിലൂടെ അറിയിക്കുന്നത്. അടുത്ത ഹദീസ് عن أنس أن رسول الله صلى الله عليه وسلم قال أنس بن مالك رضي الله عنه ഉദ്ധരിക്കുകയാണ് ما تواد اثنان في الله جل وعز, അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി 2 ആളുകൾ ഇഷ്ടപ്പെടുകയാണ്, ഔ ഫിൽ ഇസ്ലാം, അല്ലെങ്കിൽ ഇസ്ലാമിലായിക്കൊണ്ട്, ഫയുഫർരിഖു ബൈനഹുമാ, അങ്ങനെ ആ 2 ആളുകൾക്കിടയിൽ എന്ത് സംഭവിച്ചു?
അവർ രണ്ടുപേരും ആ ഇഷ്ടത്തിൽ നിന്ന് വേർപിരിയുന്ന അവസ്ഥയുണ്ടായി. അള്ളാഹുവിന് വേണ്ടി പരസ്പരം സ്നേഹിച്ചിരുന്ന, ഇസ്ലാമിന്റെ പേരിൽ പരസ്പരം സ്നേഹിച്ചിരുന്ന രണ്ടാളുകൾ പിന്നീട് പിരിയുന്ന, ആ സ്നേഹബന്ധം നിലനിൽക്കാത്ത ഒരവസ്ഥ ഉണ്ടാകുന്നുണ്ട് എങ്കിൽ അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൊരാൾക്ക് സംഭവിച്ചിട്ടുള്ള പാപം കാരണത്താലാണ് അള്ളാഹുവിന്റെ പേരിൽ സ്നേഹിച്ച രണ്ടാളുകൾ തമ്മിൽ പിരിയുക എന്നുള്ളത്. അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുന്ന രണ്ടാളുകൾ തമ്മിൽ പിരിയാനുള്ള കാരണമാകുന്നത് അതിലേതെങ്കിലും ഒരാൾ ചെയ്ത പാപത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാം. ഈ ഹദീസിൽ മുസ്ലിങ്ങൾ പരസ്പരം പിണങ്ങുന്നതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ ഈ ഹദീസ് കൊടുക്കാനുള്ള കാരണം, പാപം സംഭവിക്കുക എന്നുള്ളത്, പാപങ്ങൾ ചെയ്യുക എന്നുള്ളത് മുസ്ലിമീങ്ങൾക്കിടയിൽ ഭിന്നത ഉണ്ടാക്കാൻ കാരണമാകും. പലപ്പോഴും മുസ്ലിമുകൾക്കിടയിൽ ഭിന്നത ഉണ്ടാകുമ്പോൾ ബാഹ്യമായിട്ടുള്ള പല കാര്യങ്ങളും കാരണങ്ങളുമാണ് നമ്മൾ കാണാറുള്ളതും നമ്മൾ പരിഗണിക്കാറുള്ളതും. പക്ഷേ ആന്തരികമായി അതിനിടയിൽ ഓരോ വ്യക്തികളിൽ സംഭവിക്കുന്ന പാപങ്ങൾ മുസ്ലിമീങ്ങൾ തമ്മിലുള്ള ഐക്യം നഷ്ടപ്പെടാൻ കാരണമാകും എന്ന് ഈ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാം. മുസ്ലിമുകൾ തമ്മിൽ സ്നേഹബന്ധം ഉണ്ടാകുന്നതിൽ, അവർ യോജിച്ചു നിൽക്കുന്നതിൽ, അവർ ഒത്തൊരുമയോടുകൂടി നിൽക്കുന്നതിൽ അവരിൽ സംഭവിക്കുന്ന പാപങ്ങൾ കാരണമാകും. പാപങ്ങളുടെ ഗൗരവത്തെ അറിയിക്കുന്ന ഒരു ഹദീസ് കൂടിയാണത്. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാം ജീവിതം അത് സംഭവിക്കുന്നത് എന്താണ്? ആ പാപത്തിന്റെ ആ ഒരു ശുഭ്മത്ത് കൊണ്ടാണ്, ആ പാപത്തിന്റെ ഒരു ദോഷം കൊണ്ട്, അല്ലെങ്കിൽ അതിന്റെ അനന്തരഫലമായിക്കൊണ്ട് പരസ്പരം നിന്ദ അനുഭവിക്കേണ്ടി വരുന്ന, അല്ലെങ്കിൽ മുസ്ലിമീങ്ങൾക്കിടയിൽ ഈ ഒരു രീതിയിലുള്ള അവസ്ഥ ഉണ്ടാകുമെന്നാണ്. അള്ളാഹുവിനുള്ള അനുസരണം കൊണ്ടുള്ള ബറക്കത്ത് ഉണ്ടാകുമ്പോൾ, ആ അള്ളാഹുവിനോടുള്ള അനുസരണം മുസ്ലിമീങ്ങൾക്കിടയിൽ ഉണ്ടാകുമ്പോൾ അവർ പരസ്പരം സ്നേഹമുണ്ടാകും, അവർ പരസ്പരം അടുപ്പമുണ്ടാകും, അവർ പരസ്പരം ഉറ്റമിത്തങ്ങളായി മാറുകയും ചെയ്യും. പാപങ്ങൾ മുസ്ലിമീങ്ങൾക്കിടയിൽ ഭിന്നത ഉണ്ടാകാനുള്ള കാരണമാണ്. عن هشام بن عامر الأنصاري ابن عم أنس بن مالك അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ പിതൃ സഹോദരന്റെ മകനായിട്ടുള്ള ഹിശാം ബിൻ ആമിർ അൽ അൻസാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, വകാന ഖുതില അബൂഹു യൗമ ഉഹദ്, അദ്ദേഹത്തിന്റെ ഉപ്പ അനസ് ബിൻ മാലിക്കിന്റെ പിതൃ സഹോദരൻ ഉഹദ് ദിവസം മരണപ്പെട്ടു. أنه سمع رسول الله صلى الله عليه وسلم قال, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടിട്ടുണ്ട്, لا يحل لمسلم أن يصارم مسلما فوق ثلاث, ഒരു മുസ്ലിമിന് അനുവദനീയമല്ല 3 ദിവസത്തിനേക്കാൾ കൂടുതൽ തന്റെ സഹോദരനായ മറ്റൊരു മുസ്ലിമുമായിട്ട് പിണങ്ങി നിൽക്കുക, തെറ്റി നിൽക്കുക എന്നത്. فإنهما ناكبان على الحق ما داما على صرامهما, അവരാ പിണക്കത്തിലായിരിക്കുന്ന കാലമത്രയും അവർ ഹക്കിൽ നിന്ന് തെറ്റിയവരായിട്ടുള്ള അവസ്ഥയിലാണുള്ളത്, ഹക്കിൽ നിന്ന് അകന്നിട്ടുള്ള അവസ്ഥയിലാണുള്ളത്. وإن أولهما فيئا يكون كفارة عنه سبقه بالفيء, ആരാണോ ആദ്യത്തിൽ ആ ബന്ധം ചേർക്കാൻ ഒരുങ്ങി നിൽക്കുന്നത് അവന്റെ ആ ബന്ധം ചേർക്കാൻ ശ്രമിച്ചു. രണ്ടാളുകൾ പിണങ്ങി, അതിൽ ഒരാൾ ആ ബന്ധം ചേർക്കാൻ, നന്നാക്കാൻ വേണ്ടി ആരാണോ ആദ്യം പരിശ്രമിക്കുന്നത്, ആ പരിശ്രമിച്ചു എന്നത് തന്നെ അവന് സംഭവിച്ച ആ പാപത്തിന്, ആ പിണക്കത്തിന് പ്രായശ്ചിത്തമായി തീരും. രണ്ടാളുകൾ തെറ്റി, അതിൽ ആദ്യം ആരാണോ അത് തീർക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നത്, ആ പരിശ്രമം തന്നെ അവനൊരു പ്രായശ്ചിത്തമായിട്ട് മാറും. وإن ماتا على صرامهما لم يدخلا الجنة جميعا أبدا, പിണങ്ങി നിൽക്കുന്ന അവസ്ഥയിൽ അതിൽ അവർ രണ്ടുപേരും ആ അവസ്ഥയിൽ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവരൊരിക്കലും സ്വർഗത്തിലും അതുപോലെ ഒരുമിക്കുകയില്ല, സ്വർഗത്തിലും അവർ ഒരുമിച്ച് പ്രവേശിക്കുകയില്ല. അപ്പോൾ പിണങ്ങി ഒരു മുസ്ലിമുമായിട്ട് പിണങ്ങിക്കൊണ്ട് നിൽക്കുന്ന 3 ദിവസത്തിനേക്കാൾ കൂടുതലായി പിണങ്ങി നിൽക്കുന്ന അവസ്ഥയിലാണ് നമ്മെ മരണം പിടികൂടുന്നത് എങ്കിൽ സ്വർഗപ്രവേശനത്തിന് അതൊരു തടസ്സമായി തീരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. എത്ര ഗൗരവമുള്ള കാര്യമാണ്. മുസ്ലിമുകള് ചിലപ്പോൾ ചെറിയ ചെറിയ വിഷയങ്ങളുടെ പേരിലായിരിക്കും, ചിലപ്പോൾ അയൽവാസികളായിട്ട് 2 മുസ്ലിമുകളുടെ ഇടയിൽ പ്രശ്നം, അയാളുടെ കുട്ടി ഇയാളുടെ കുട്ടിയെ അടിച്ചതായിരിക്കും, അല്ലെങ്കിൽ ഇയാളുടെ കുട്ടിയുടെ എന്തെങ്കിലും കളിപ്പാട്ടം അപ്പുറത്ത് വീട്ടിലത്തെ കുട്ടി കേടുവരുത്തിയതിന്റെ പേരില് അയൽവാസികളായിട്ടുള്ള മുസ്ലിമുകൾ തമ്മിൽ പിണങ്ങുന്ന, തെറ്റി ജീവിക്കുന്നത് കാണാൻ സാധിക്കും. അതിൽ ചെറിയ ചെറിയ നിസ്സാരമായ വിഷയങ്ങൾക്ക് പോലും മുസ്ലിമുകൾ പിണങ്ങുന്ന ഒരവസ്ഥ നമ്മൾ ഇന്ന് കാണുന്നുണ്ട്. പറയാണ്, അവർ ആ അവസ്ഥയിൽ മരണപ്പെടുകയാണെങ്കിൽ അവർ സ്വർഗത്തിൽ ഒരുമിക്കുകയില്ല. വൈൻ സല്ലമ അലൈഹി, അതിലൊരാൾ സലാം പറയുകയാണ് മറ്റേ ആളോട്,
فأبى أن يقبل تسليمه وسلامه ആ മറ്റേയാൾ അവന്റെ സലാം വീട്ടാനോ ആ സലാമിന് മറുപടി കൊടുക്കാനോ ഒന്നും തയ്യാറായില്ല എങ്കിൽ റദ്ദ അലൈഹിൽ മലക്ക്, ആ സലാം പറഞ്ഞവന് മലക്കുകൾ സലാം വീട്ടും. അതായത് രണ്ടാൾ തെറ്റി, അതിൽ ഒരാൾ എന്ത് ചെയ്തു, സലാം പറഞ്ഞ് നന്നാകാൻ വേണ്ടി സലാം പറയുന്നതോടുകൂടി ആ തെറ്റി എന്നവന്റെ കുറ്റം ഒഴിവായി, അവൻ മിണ്ടാൻ ശരിയായി എന്നുള്ളത്. അപ്പൊ അവൻ സലാം പറയാൻ വേണ്ടി അവൻ സലാം പറഞ്ഞു. ആ സലാം പറഞ്ഞു കഴിഞ്ഞിട്ട് മറ്റേയാൾ സലാം വീട്ടിയിട്ടില്ല എങ്കിൽ മലക്കുകൾ അവന് സലാം വീട്ടും. മറ്റവന് ഒപ്പം ഉണ്ടാകുന്നത്, മറ്റവനോടൊപ്പം കൂടുന്നത് പിന്നെ പിശാചായിരിക്കും, അവന് പിശാചായിരിക്കും അവന് മറുപടി പറയുക മറ്റേയാൾക്ക് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മിപ്പിക്കുക. അപ്പൊ ഈ ഹദീസിലും ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോട് 3 ദിവസത്തിൽ കൂടുതൽ പിണങ്ങി നിൽക്കാൻ പാടില്ല. ആ 3 ദിവസത്തിന് കൂടുതൽ പിണങ്ങി നിൽക്കുന്ന അവസ്ഥയിൽ അവർ രണ്ടുപേരും മരണപ്പെട്ടു പോയാൽ അവർ സ്വർഗത്തിൽ ഒരുമിക്കുകയില്ല. സലാം ആരാണോ ആരംഭിക്കുന്നത് അവന് അതൊരു പ്രായശ്ചിത്തമായിരിക്കും, അവൻ അതോടുകൂടി തന്നെ ആ പാപത്തിൽ നിന്ന് ഒഴിവാകും. സലാം വീട്ടിയില്ല എങ്കിൽ, മറ്റേ ആള് സലാം വീട്ടിയില്ല എങ്കിൽ മലക്കുകൾ അവന് വേണ്ടി സലാം വീട്ടുന്നതാണ്. ഈ സലാം വീട്ടാത്ത ആള് സലാം വീട്ടാതിരിക്കാനുള്ള കാരണം പിശാച് അവരോടൊപ്പം കൂടിയതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഇതൊക്കെ നമ്മുടെ നാടുകളിൽ സാധാരണയായി കാണുന്ന കാര്യമാണ്. പിണങ്ങിയിട്ട് സലാം പറഞ്ഞു കഴിഞ്ഞാൽ സലാം വീട്ടൂല. കുടുംബത്തിലും അയൽപക്കത്തിലും കച്ചവടത്തിലും അങ്ങനെ പല മേഖലകളിൽ പിണങ്ങി നിൽക്കുന്ന മുസ്ലിങ്ങൾക്കിടയിൽ കാണുന്ന ഒരു പൊതുവെ കാണുന്ന ഒരു കാര്യമാണ് ഈ പിണക്കമെല്ലാം. ഇതൊരിക്കലും ഒരു സത്യവിശ്വാസിക്ക് യോജിച്ചതല്ല. عن عائشة رضي الله عنها قالت, ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, قال رسول الله صلى الله عليه وسلم, ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഇന്നി ലാ അരിഫു ഗദബകി വരിളാകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷയോട് പറയാണ്, എനിക്ക് മനസ്സിലാകും നീ എന്നോട് കോപത്തിലാണോ അതല്ല നീ എന്നോട് നല്ല ഇഷ്ടത്തിലാണോ തൃപ്തിയിലാണോ എന്ന് എനിക്ക് മനസ്സിലാകാറുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷയോട് പറയാം, ഭർത്താവ് ഭാര്യയോട് പറയാം. ഖാലത്ത്, അപ്പൊ ആയിഷ ബീവി പറയാണ്, ഖുൽതു, ഞാൻ ചോദിച്ചു, വകൈഫ തഅരിഫു ദാലിക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ എങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലാവാറ്? ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന അവസ്ഥയിലാണ്, അല്ലെങ്കിൽ നിങ്ങളോട് കോപിക്കുന്ന അവസ്ഥയിലാണ്, പിണങ്ങി നിൽക്കുന്നതാണ് എന്നൊക്കെ എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവുക? ഖാല, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നക ഇദാ കുൻതി റാദിയതൻ, നീ എന്നോട് ഇഷ്ടമുള്ള തൃപ്തിയുള്ള അവസ്ഥയിലാണെങ്കിൽ, ഖുൽതി ബലാ വറബ്ബി മുഹമ്മദിൻ, നീ എന്തെങ്കിലും വിഷയത്തിൽ ഹൽഫ ചെയ്ത് സത്യം ചെയ്ത് പറയുകയാണെങ്കിൽ നീ എങ്ങനെ പറയുകയുള്ളൂ? വറബ്ബി മുഹമ്മദിൻ എന്നേ പറയുള്ളൂ. വൈദാ കുൻതി സാഖിതതൻ, നീ എന്നോട് ദേഷ്യപ്പെട്ടിരിക്കുന്ന എന്തെങ്കിലും ചെറിയ സൗന്ദര്യ പിണക്കങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിലുണ്ടാകും, ആ പിണങ്ങിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ, കോപത്തിലുള്ള അവസ്ഥയിലാണെങ്കിൽ, ഖുൽതി ലാ വറബ്ബി ഇബ്രാഹീമ, നീ പറയും എന്താണ്? റബ്ബി ഇബ്രാഹീമ എന്നാണ് നീ പറയാറുള്ളത്. റബ്ബി ഇബ്രാഹീമ എന്ന നിലക്ക് നീ പറയും. ഖാലത്ത്, അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഖുൽതു അജൽ, ശരിയാണ്, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ലസ്തു ഉഹാജിറു ഇല്ല ഇസ്മക്, നിങ്ങളുടെ പേര് ഞാൻ മാറ്റിയെന്നല്ലാതെ നിങ്ങളോട് ഞാൻ പിണങ്ങി നിൽക്കുന്ന, നിങ്ങളെ അകറ്റി നിൽക്കുന്ന അവസ്ഥയൊന്നുമില്ല എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബിവിയോടുള്ള സംസാരത്തിനേക്കാൾ ഒരു ഭർത്താവ് ഭാര്യയോടുള്ള സംസാരമായിട്ട് മനസ്സിലാക്കേണ്ട വാക്കുകളാണ്. അതായത് ഒരു ഭാര്യയെ ഭർത്താവ് മനസ്സിലാക്കുന്ന ഏറ്റവും നല്ലൊരു രീതിയാണത്. ഒരു ഭാര്യയുടെ സംസാരത്തിലെ വാക്കുകളുടെ വ്യത്യാസം കൊണ്ട് തന്നോട് തന്റെ ഭാര്യ ഇണക്കത്തിലാണോ പിണക്കത്തിലാണോ എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു അവസ്ഥ. ചില ഭർത്താക്കന്മാരുണ്ടാവും, ഭാര്യ എത്ര ദേഷ്യപ്പെട്ട് എന്തൊക്കെ കാണിച്ചാലും അവന് മനസ്സിലാവൂല ഭാര്യനോട് പിണക്കത്തിലാണ് എന്നോട് ദേഷ്യത്തിലാണ്. അല്ലെങ്കിൽ ഭാര്യ എത്ര സ്നേഹം കാണിക്കാന്നാലും അത് മനസ്സിലാവൂല ഭാര്യനോട് സ്നേഹത്തിലാണ് ഇഷ്ടത്തിലാണ് എന്നും. അതായത് തീരെ ഭാര്യയെ പരിഗണിക്കാതെ മനസ്സിലാക്കാതെ പോകുന്ന ആളുകളുണ്ടാകും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും നല്ലൊരു ഭർത്താവും ഭർത്താക്കന്മാർക്ക് ഒരു മാതൃകയുമാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഭാര്യയുടെ ആ വാക്കിലെ മാറ്റം കൊണ്ട് തന്നോടുള്ള ഭാര്യയുടെ സ്നേഹബന്ധത്തിന്റെ അളവിന്റെ തോതിനെ മനസ്സിലാക്കിയിരിക്കുന്നു. ഇനി ഈ ബാബിൽ ഈ സംഭവം കൊടുക്കാനുള്ള കാരണം ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞ ഒരു വാക്കുണ്ട്. എന്താണ് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്? ഞാൻ നിങ്ങളുടെ പേരല്ലാതെ വേറൊന്നും ഞാൻ ഒഴിവാക്കുന്നില്ല എന്ന് പറയാം. കാരണം റബ്ബി ഇബ്രാഹിം എന്നുള്ള പേരിൽ റബ്ബി മുഹമ്മദ് എന്ന് പകരം റബ്ബി ഇബ്രാഹിം എന്നുള്ള പേര് പറയുന്നു എന്നല്ലാതെ വേറൊന്നും ഞാൻ മാറ്റുന്നില്ല. ലാ ഉഹാജിർ ഇല്ല ഇസ്മക് എന്ന് പറയുന്നുണ്ട്.
അത് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇമാം നവവി റഹിമഹുല്ലാഹ് അത് വിശദീകരിക്കുന്നിടത്ത് പറയുന്നുണ്ട്, ഫദല്ല അലാ അന്ന ഖൽബഹാ വഹുബ്ബഹാ കമാ കാന. ഖൽബിലുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഇഷ്ടം അത് അതുപോലെ തന്നെ ഉണ്ട്, അതിനൊരു മാറ്റമില്ല. വഇന്നമൽ ഗൈറതു ഫിൻ നിസാ ലിഫർത്തിൽ മഹബ്ബതി. ആ ഗൈറത്ത് പ്രകടിപ്പിച്ചു എന്ന് മാത്രം. അഥവാ തന്റെ ഭർത്താവിന് വേറെ ഇണകൾ ഉണ്ടായിരിക്കുമ്പോൾ ആ ഒരു വിഷയത്തിൽ ഉണ്ടാകുന്ന ഗൈറത്ത്, വേറെ ഭാര്യമാരുണ്ടെങ്കിൽ വർറത്തുകൾ ഉണ്ടെങ്കിൽ, ഒരു ഭാര്യക്ക് ഭർത്താവിന്റെ മറ്റു ഭാര്യമാർക്ക് അറബിയിൽ പറയുന്ന പേരാണ് വർറത്ത് എന്നുള്ളത്. അപ്പൊ വേറെ വർറത്തുകൾ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഗൈറത്ത് അത് വാക്കിലൂടെ പ്രകടിപ്പിക്കുന്നു എന്ന് മാത്രമാണ്. പക്ഷെ ഖൽബിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഇഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ ഇനി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പാഠം, ഏതെങ്കിലും ഒരു മുസ്ലിമിനോട് എന്തെങ്കിലും ഒരു വിഷയത്തിൽ നമുക്കൊരു അകൽച്ചയൊക്കെ തോന്നുകയാണെങ്കിൽ അത് അറിയിക്കാൻ ഏതെങ്കിലും ചെറിയ വാക്കുകൾ കൊണ്ട് അറിയിക്കുക എന്നുള്ള നിലക്കല്ലാതെ പിണങ്ങി നിൽക്കുന്ന, അകറ്റി നിൽക്കുന്ന അവസ്ഥ ഉണ്ടാകരുതെന്ന് കൂടി ഈ ഹദീസ് നമുക്ക് മനസ്സിലാക്കാം. ബാബു മൻ ഹജറ അഖാഹു സനതൻ. ഒരു മുസ്ലിം തന്റെ സഹോദരനെ ഒരു വർഷം അകറ്റി നിർത്തുന്ന, അല്ലെങ്കിൽ ഒരു വർഷം തന്റെ സഹോദരനോട് പിണങ്ങി നിൽക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബാബാണ്. عن أبي خراش السلمي أنه سمع رسول الله صلى الله عليه وسلم يقول. അബൂ ഖിറാശ് അസ്സുലമി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കേട്ടു, മൻ ഹജറ അഖാഹു സനതൻ ഫഹുവ ബിസഫ്കി ദമിഹി. ഒരാൾ തന്റെ സഹോദരനെ ഒരു വർഷക്കാലം പിണങ്ങി നിൽക്കുകയാണെങ്കിൽ, ഒരു വർഷം അവൻ തന്റെ സഹോദരനെ അകറ്റി നിർത്തുകയാണ്, പിണങ്ങി നിൽക്കുകയാണെങ്കിൽ, ഫഹുവ ബിസഫ്കി ദമിഹി, അത് അവന്റെ രക്തം ചീന്തുന്നത് പോലെയാണ്, അവനെ വധിക്കുന്നത് പോലെയാണ് ഒരു വർഷം ഒരു മുസ്ലിമുമായിട്ട് തെറ്റി നിൽക്കുക എന്നുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്. ഈ ഹദീസ് ഉദ്ധരിക്കാനുള്ള ഒരു സാഹചര്യം അവിടെ പറയുന്നുണ്ട്. ഇല്ല, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോ ഇത് പറഞ്ഞ ഹദീസാണ് എന്നുള്ളത്. അതുപോലെ ഇതില് പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്, ഒരു മുസ്ലിമുമായിട്ട് അത് പറഞ്ഞു 3 ദിവസത്തിൽ കൂടുതൽ പിണങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞു. ഒരു വർഷത്തിലേക്ക് അത് നീണ്ടു നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവനെ വധിക്കുന്നതിന്, അവന്റെ രക്തം ചീന്തുന്നതിന് തുല്യമായിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറും എന്ന് പറയാം. അതിന്റെ പല ശറഹുകളും കാണാം. യഅനി മുഹാജറത്തുൽ അഖ് അൽ മുസ്ലിം സനതൻ തുജിബുൽ ഉഖൂബ. ഒരു വർഷക്കാലം അവൻ ഒരാൾ സഹോദരനെ പിണക്കി നിർത്തുക, അകറ്റി നിർത്തുക എന്നുള്ളത് ശിക്ഷ നിർബന്ധമാകുന്ന ഒരു കുറ്റമാണ്. കാരണം ഈ രക്തം ചെയ്യുന്നത് പോലെ ആയിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് തന്നെ അതുപോലെ ശിക്ഷയ്ക്ക് അർഹനാകുന്ന ഒരു കാര്യമാണ് ഈ സഹോദരനെ അകറ്റി നിർത്തുക എന്നുള്ളത് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. അപ്പൊ അത് വലിയ ഗൗരവത്തിലുള്ള, ഇതിനെ തശ്ബീഹ് ചെയ്ത് സാമ്യതപ്പെടുത്തി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, രക്തം ചെയ്യുന്നതിന് തുല്യമാണ് ഒരു വർഷം ഉണ്ടാതിരിക്കുന്നത്, പിണങ്ങുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഗൗരവത്തെ നാം മനസ്സിലാക്കുക തന്നെ വേണം എന്ന്. അപ്പോ പലപ്പോഴും പറഞ്ഞു, ഒരു വർഷം പോട്ടെ, 10-20 വർഷക്കാലം തന്റെ സഹോദരനോട്, മുസ്ലിമായ ഒരാളോട് തെറ്റിയിരിക്കുന്ന ആളുകളുണ്ട്. പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഒരു മസ്ജിദില് അയൽവാസികളാണ്, എന്തോ സ്ഥലത്തിന്റെ വിഷയത്തിൽ അവർ പിണങ്ങിയിട്ട് വർഷങ്ങളായിട്ട് അവര് സംസാരിക്കാറില്ല, സലാം പറയില്ല, നിസ്കാരത്തിൽ സ്വഫിൽ ഒരുമിച്ചിട്ടില്ല, നിൽക്കേണ്ടി വന്നാൽ അവിടുന്ന് മാറി അപ്പുറം സൈഡിൽ പോയി നിൽക്കും. അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്. പലതരത്തിൽ പിണങ്ങി നിൽക്കുന്ന ആളുകളെ, 5 വക്ത് കൃത്യമായി നിസ്കരിക്കുന്ന ആളുകളാണ്, ജമാഅത്തിൽ പങ്കെടുക്കുന്ന ആളുകളാണ്. പക്ഷെ ഈ ഒരു അവസ്ഥ കാണാം. ഒരിക്കലും മുസ്ലിമീങ്ങളുടെ ഇടയിൽ ഈ ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. ബാബു അൽ മുഹ്തജിരീൻ, ഇതുപോലെ പിണങ്ങുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹദീസുകൾ തന്നെയാണ്. عن أبي أيوب الأنصاري رضي الله عنه أن رسول الله صلى الله عليه وسلم قال لا يحل لمسلم أن يهجر أخاه فوق 3 أيام يلتقيان فيعرض هذا ويعرض هذا وخير ما الذي يبدأ بالسلام. മുമ്പ് പറഞ്ഞ ഹദീസാണ്. 2 ആളുകൾ പിണങ്ങി നിന്നുകൊണ്ട് രണ്ടാളും തിരിഞ്ഞു പോവുകയാണ്. അപ്പൊ അതിൽ ഏറ്റവും ഖൈറായിട്ടുള്ളവൻ ആരാണോ സലാം കൊണ്ട് ആരംഭിക്കുന്നത് അവനാണ് പിന്നെ അതിലേറ്റവും ഖൈറായിട്ടുള്ളവൻ. 2 പിണങ്ങി നിൽക്കുകയാണ്. ആരാണോ സലാം പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ മേലെ കുറ്റൊഴിവായി. 2 പിണങ്ങിയിട്ട് ആദ്യം സലാം ആരാണോ പറഞ്ഞ് അവന്റെ മേലെന്തായി, ആ കുറ്റം ഒഴിവായി എന്നാണ്. അവനാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. അതാണ് ബാബുൽ ഹിജ്റത്തുൽ മുസ്ലിം എന്നുള്ളതും ബാബുൽ മുഹ്തജിരീൻ, 2 ആളുകളും പിണങ്ങി നിൽക്കുന്ന എന്നുള്ള നിലക്കാണ് ഈ ബാബു കൊടുത്തിട്ടുള്ളത്. അടുത്ത ബാബു ഷഹ്ന, ഇതും അതേ അർത്ഥത്തിലാണ്. പിണക്കം, അതുപോലെ തന്നെ വഴക്ക് എന്നീ അർത്ഥത്തിൽ. ഷഹ്ന എന്ന് പറഞ്ഞാൽ അതേ അർത്ഥം.
عن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم لا تباغضوا ولا تحاسدوا وكونوا عباد الله إخوانا. മുമ്പ് പറഞ്ഞ ഹദീസ് തന്നെയാണ്. നിങ്ങൾ വിദ്വേഷം വെച്ച് പുലർത്തരുത്, നിങ്ങൾ അസൂയ വെക്കരുത്, നിങ്ങൾ സഹോദരന്മാരായി തീരുക എന്നുള്ളത്. ഈ ആശയത്തിൽ ധാരാളം ഹദീസുകൾ വന്നിട്ടുണ്ട്. അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ സ്വഹാബികളോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ജസീറത്തുൽ അറബിൽ എല്ലാവരും കൂടി ഷിർക്കിൽ അകപ്പെടും എന്നുള്ളതിൽ പിശാച് നിങ്ങളുടെ മേലെ നിരാശപ്പെട്ടിട്ടുണ്ട്. എല്ലാവരും കൂടി ഇനി ഷിർക്ക് ചെയ്യുന്ന അവസ്ഥ, കാരണം അത്രയും ഇസ്ലാം ആധിപത്യത്തിൽ നിൽക്കുന്ന തൗഹീദ് അത്രയും പ്രകടമായി നിൽക്കുന്ന ഒരു അവസ്ഥയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നതിന് തൊട്ടുമുമ്പ് പറഞ്ഞ വാക്കുകളാണ്. എന്നിട്ട് പിശാചൻ പറഞ്ഞു, പക്ഷേ പിശാചിന് പ്രതീക്ഷയുള്ളത് നിങ്ങളെ പരസ്പരം തമ്മിൽ അടുപ്പിക്കുന്നതിലാണ്, നിങ്ങൾ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നതിലാണ്, പിണക്കുണ്ടാക്കുന്നതിലാണ് എന്നാണ്. ധാരാളം ആയത്തുകളും ഈ വിഷയത്തിനെ കൊണ്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ സൂറത്തുൽ മാഇദയിലെ 91-ാമത്തെ ആയത്ത് മദ്യത്തെ വിരോധിക്കുന്ന, പൂർണ്ണമായി വിരോധിക്കുന്ന ആയത്താണ് സൂറത്തുൽ മാഇദയിലെ 91-ാമത്തെ ആയത്ത്. അതുമായി ബന്ധപ്പെട്ട ആയത്തുകളിൽ അതിൽ അള്ളാഹു പറയുന്ന ഒരു കാര്യമുണ്ട്. ഇന്നമാ യുരീദു ശൈത്താനു അയ്യൂഖിഅ ബൈനകുമുൽ അദാവത. പിശാച് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ഇടയിൽ ശത്രുത ഉണ്ടാകണമെന്നാണ്. നിങ്ങളുടെ ഇടയിൽ കുഴപ്പങ്ങളും പിണക്കങ്ങളും ശത്രുതകളും ഉണ്ടാകണമെന്നാണ്. വൽ ബഗ്ദാ, അതുപോലെ തന്നെ വിദ്വേഷം ഉണ്ടാകണമെന്നാണ്. ഫിൽ ഖംരി വൽ മൈസിരി വയസുദ്ദകും അൻ ദിക്രില്ലാഹി വഅനിസ്സലാ. അതിനുള്ള ഒരു മാർഗമാണ് പിശാചിന് മദ്യവും ചൂതാട്ടവും എല്ലാം. അത് മുഖേന ഇങ്ങനെ പിണക്കങ്ങൾ ഉണ്ടാകണമെന്നാണ്. അങ്ങനെ നിസ്കാരത്തിൽ നിങ്ങളെ തടയണം. ഫഹൽ അൻതും മുൻതഹൂൻ, നിങ്ങൾക്ക് ആ മദ്യമൊക്കെ ചൂതാട്ടമൊക്കെ അവസാനിപ്പിക്കാനായില്ലേ എന്ന് അള്ളാഹു തആല ചോദിക്കുകയാണ്. ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാല് മുസ്ലിമീങ്ങൾക്കിടയിൽ, പ്രത്യേകിച്ചും ദീനുള്ള ആളുകൾക്കിടയിൽ, തൗഹീദിന്റെ ആളുകൾക്കിടയിൽ, അല്ലെങ്കിൽ യഥാർത്ഥ ദീന് സലഫിയത്തിന്റെ ആളുകൾക്കിടയിൽ പിശാചിനുള്ള ഏറ്റവും പ്രതീക്ഷ എന്താണ്? ഏറ്റവും വലിയ പ്രതീക്ഷ അവരെ തമ്മിൽ പിണക്കുക എന്നുള്ളതാണ്. അവരെ തമ്മിൽ പിണക്കുക, അവരെ തമ്മിൽ വഴക്കുപിടിക്കുന്ന അവസ്ഥയിൽ ഉണ്ടാവുക, അവരുടെ ഇടയിൽ വിദ്വേഷം പരത്തുക. ഇത് പിശാചിന്റെ ലക്ഷ്യമാണ്. ഇത് പിശാചിന്റെ ഉദ്ദേശമാണ് എന്ന് മനസ്സിലാക്കാത്തിടത്തോളം കാലം മുസ്ലിംകൾക്കിടയിൽ അവസ്ഥ ഉണ്ടാവും. കാരണം ഷിർക്കിന്റെ ആധിപത്യത്തിലോ ഷിർക്കിനെ ഭയപ്പെടണം, തൗഹീദുള്ള ആളുകൾ ഷിർക്കിനെ ഭയപ്പെടേണ്ട എന്നല്ല. പക്ഷേ പിശാചിന് എളുപ്പത്തിൽ അവരുടെ ഇടയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യം അവരിടയിലുള്ള കുഴപ്പങ്ങളും പകയും വിദ്വേഷവുമാണ്. ഏത് മാർഗം മുഖേനയും പിശാച് അത് ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രമാണ് ആ കൽബുകളെ ഇണക്കാൻ സാധിക്കുകയുള്ളൂ. പരസ്പരം പിണങ്ങിയിട്ടുള്ള തെറ്റി നിൽക്കുന്ന കൽബുകളെ ഇണക്കാൻ സാധിക്കുക അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രമാണ്. സൂറത്ത് ആലി ഇംറാനിലെ 103-ാമത്തെ ആയത്തിൽ നോക്കൂ, അല്ലാഹു തആല പറയുന്നു, വദ്കുറൂ നിഅമതല്ലാഹി അലൈക്കും. അല്ലാഹു നിങ്ങൾക്ക് ചൊരിഞ്ഞിട്ടുള്ള നിഅമത്തുകളെ നിങ്ങൾ ആലോചിക്കണം. إذ كنتم أعداء فألف بين قلوبكم فأصبحتم بنعمته إخوانا. നിങ്ങൾ പരസ്പരം ശത്രുക്കളായിരുന്നപ്പോൾ അള്ളാഹുവാണ് നിങ്ങളുടെ കൽബുകളെ കൂട്ടിയോജിപ്പിച്ചത്. നിങ്ങൾ പരസ്പരം സുഹൃത്തുക്കളായി, ഉറ്റമിത്രങ്ങളായി നിങ്ങളെ മാറ്റിയത്. ഇത് പ്രധാനമായിട്ടും അൻസാരികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ, ഇപ്പൊ മദീനത്ത് ഉണ്ടായിരുന്ന അൻസാരികൾ അവർ രണ്ട് വിഭാഗമായിരുന്നു, ഔസും ഖസ്റജും. പരസ്പരം യുദ്ധവും പകയും അതുപോലെ തന്നെ കുടുംബ പോരിമ പറഞ്ഞുകൊണ്ടും അത്ര പകപോക്കിയിരിക്കുന്ന രണ്ട് കൂട്ടരായിരുന്നു ഈ രണ്ട് ഗോത്രങ്ങൾ. പക്ഷെ ഇസ്ലാം വന്നതോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ അവർ വിശ്വസിച്ചതോടുകൂടി അവർ ഏറ്റവും കുടുംബ പരമ്പരകളായിട്ട് ആ ഒരു ഉദ്ദേശം വെച്ച് പുലർത്തിയിരുന്ന അവർ പിന്നീട് ഏറ്റവും നല്ല സഹോദരന്മാരായി സ്നേഹബന്ധത്തോടു കൂടി ജീവിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. ചില സമയത്തൊക്കെ പിശാച് അവരുടെ ഇടയിൽ ഈ ഗോത്രത്തിന്റെ പേരും പറഞ്ഞിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജാഹിലിയത്തിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അവരെ തടഞ്ഞു നിർത്തിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യം, ആളുകൾക്കിടയിൽ, മുസ്ലിമീങ്ങൾക്കിടയിൽ ഉണ്ടാകേണ്ടത് യോജിപ്പാണ്. അവർക്ക് തമ്മിൽ സ്നേഹബന്ധം ഉണ്ടാവലാണ്, ഉറ്റമിത്രങ്ങളായി ജീവിക്കുകയാണ് വേണ്ടത്. ഒരിക്കലും പകയും വിദ്വേഷവും അസൂയയും അതുപോലുള്ള കാര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല. നമുക്ക് മുശ്രിക്കായ ഒരാൾ, കാഫിറായ കുറച്ച് ആളുകൾ അവരൊരുമിച്ച് കൂടി എന്തെങ്കിലും വിഷയത്തിൽ ചർച്ച ചെയ്യാണ് എങ്കിൽ അല്ലാഹു തആല ഖുർആനിൽ പറയാണ്, സൂറത്തുൽ നിസായിലെ 114-ാമത്തെ ആയത്തിൽ, ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാഹും. ആ മുശ്രിക്കീങ്ങൾ ഒരുമിച്ച് കൂടി ചർച്ച ചെയ്യുന്ന ധാരാളം രഹസ്യ കൂടിയാലോചനകളിൽ ഒരു ഖൈറുമില്ല. അപ്പോൾ പറയാൻ ശ്രദ്ധിക്കണം, ഒരു ഖൈറുമില്ല. എന്നിട്ട് പറയാണ്, ഇല്ലാ മൻ അമറ ബിസദഖത്തിൻ.
എന്നാൽ അവർ ഒരുമിച്ച് കൂടിക്കൊണ്ട് അവർ ആർക്കെങ്കിലും സ്വതക്ക കൊടുക്കാൻ, ഇപ്പൊ നമ്മുടെ ഭാഷയിലൊക്കെ പറഞ്ഞ എന്തെങ്കിലും ചാരിറ്റി ആയിട്ടുള്ള കാര്യം ചെയ്യാൻ, ആളുകൾക്ക് ഉപകാരമുള്ള കാര്യം ചെയ്യാൻ, അങ്ങനെയൊക്കെയാണ് എങ്കിൽ അതിന് ഒഴിവാണ്. അത് നല്ലൊരു കാര്യമാണ്. ഔ മഅറൂഫ്, അല്ലെങ്കിൽ നന്മയായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ കൂടി ആലോചന ഉണ്ടെങ്കിൽ അത് നല്ലൊരു കാര്യമാണ്. ഔ ഇസ്ലാഹിൻ ബൈനൻ നാസ്, ജനങ്ങൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കാൻ വേണ്ടിയാണ് മുശ്രിക്കും കാഫിറുമായിട്ടുള്ള ആളുകൾ ഒരുമിച്ച് കൂടിയെങ്കിൽ കൂടി അത് നല്ലൊരു കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അത് ഈ ആയത്ത് അവസാനിപ്പിക്കുന്നത് അറിയാം, വയഫ്അൽ ദാലിക ഇബ്തിഗാഅ മർദാത്തില്ലാഹ് ഫസൗഫ നുതീഹി അജ്റൻ അദീമാ. ഈ കാര്യം ആരാണോ അള്ളാഹുവിന്റെ തൃപ്തി മാത്രം ഉദ്ദേശിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുന്നത്, അവർക്ക് വലിയ പ്രതിഫലമുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അപ്പൊ ആലോചിച്ച് നോക്കി, ആലോചിച്ച് നോക്കി എത്ര വലിയ കാര്യമാണ് മുസ്ലിമുകൾക്കിടയിൽ യോജിപ്പുണ്ടാക്കുക എന്നുള്ളത്. മറ്റൊരു ആയത്തിൽ സൂറത്തുൽ ഹുജറാത്തിലെ 9-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയാണ്, വഇൻ ത്വായിഫതാനി മിനൽ മുഅ്മിനീന ഖതതലു ഫഅസ്ലിഹു ബൈനഹുമാ. മുസ്ലിമുകളിൽപ്പെട്ട രണ്ടു കൂട്ടം ആളുകൾ എന്തെങ്കിലും വിഷയത്തിൽ പിണങ്ങുകയോ വഴക്കൂടുകയോ തല്ലുകൂടുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അവരിടയിൽ രഞ്ജിപ്പുണ്ടാക്കണം, അവരിടയിൽ യോജിപ്പുണ്ടാക്കണം. അപ്പൊ പിശാചിന് ഏറ്റവും അധികം കളിക്കാനുള്ള, മുസ്ലിമുകളെ കൊണ്ട് കളിക്കാനുള്ള ഒരു മാർഗമാണ് പരസ്പരം വിദ്വേഷം ഉണ്ടാക്കുക, പരസ്പരം പകയുണ്ടാക്കുക എന്നുള്ളത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ദീനിന്റെ പല മസ്അലകളിലും ആളുകൾ ധാരാളമായി ഇതുപോലെയുള്ള ഖിലാഫുകളിൽ പരസ്പരം ഭിന്നിക്കുന്നത് കാണാം. അവർ വ്യത്യസ്ത ചേരികളായി തീരുന്നത് കാണാം. പരസ്പരം വിദ്വേഷം വെച്ച്, പരസ്പരം പകപോക്കി ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് കാണാം. അതുപോലെ തന്നെ അവരൊക്കെ വിചാരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങൾ അള്ളാഹുവിന് വേണ്ടിയാണ് അവർ വെറുക്കുന്നതെന്നാണ്. അവർ ആരുമായിട്ടാണോ വഴക്കൂടുന്നത് അവരെ ഞങ്ങൾ വെറുക്കുന്നത് അള്ളാഹുവിന് വേണ്ടിയാണ് എന്നാണ്. പക്ഷെ അവർക്ക് അവരുടെ സ്വന്തത്തിൽ അവർക്ക് മറ്റുള്ള ആളുകൾക്ക് ഉദ്ർ കണ്ടെത്താൻ സാധിക്കും, എന്തെങ്കിലും ഒഴികഴിവ് നൽകാൻ സാധിക്കും. പക്ഷെ അതിനൊന്നും നിൽക്കാതെ സ്വന്തം ഹവയെ, ഇച്ഛയെ പിൻപറ്റിക്കൊണ്ട് പലതരത്തിൽ മുസ്ലിമുകൾക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പല സംസാരങ്ങളും മറ്റൊരാളുടെ ന്യൂനതകളും കുറവുകളും എല്ലാം പറഞ്ഞു നടന്നിട്ടും വിദ്വേഷം വെച്ച് പുലർത്തിയിട്ടും പക വെച്ച് പുലർത്തിയിട്ടും എല്ലാം അവർ നടക്കുന്നുണ്ട്. അവർ വിചാരിക്കുന്നത്, പല ആളുകൾക്കും അവർ വിചാരിക്കുന്നത് അവർ പറയുന്നത് ഹക്കാണ് എന്നാണ്. പക്ഷെ അവർ പറയുന്നത് വലിയ അബദ്ധമായിരിക്കും, അവർ ചെയ്യുന്നത് വലിയ അബദ്ധമായിരിക്കും. ഒരിക്കലും ഹക്കിന്റെ ഭാഗത്ത് ഒരു മുസ്ലിമുമായി പിണങ്ങുന്ന, ഒരു മുസ്ലിമിനെ പുച്ഛിക്കുന്ന, ഒരു മുസ്ലിമിനെ എതിർക്കുന്ന അവസ്ഥ ഉണ്ടാവുകയില്ല. അവർ വിചാരിക്കുന്നത് അവർ ശരിയാണ് ചെയ്യുന്നത് എന്നാണ്. പക്ഷെ അവരവരെ ഇച്ഛയെ പിൻപറ്റിക്കൊണ്ട് അവർ അവരുടെ അവർ ഇച്ഛയെ പിൻപറ്റിക്കൊണ്ട് അവർ ചെയ്യുന്നത് അബദ്ധമാണ്. ഇത് ഞാൻ എന്റെ വകയായിട്ട് പറയല്ല, ഇത് ഈ ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് ഷെയ്ഖ് അൽബാനിയുടെ ശിഷ്യനായിട്ടുള്ള ഹസൻ അൽ അവായിഷ് ഹഫിദുല്ലാഹ് ഇത് ഈ കിതാബിൽ പറഞ്ഞിട്ടുള്ള ഭാഗമാണ് ഞാൻ പറഞ്ഞത്. അപ്പോ ഇത് വളരെയധികം ഇന്ന് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ സൂക്ഷിക്കേണ്ട, ഭയപ്പെടേണ്ട ഒരു കാര്യമാണ്. അടുത്ത ഹദീസ് عن أبي هريرة رضي الله عنه عن النبي صلى الله عليه وسلم قال تجد من شر الناس يوم القيامة عند الله ذا الوجهين الذي يأتي هؤلاء بوجهه وهؤلاء بوجهه. നാളെ അന്ത്യനാളിൽ ഏറ്റവും ഷർറായിട്ടുള്ള ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുൽ ഹജ്ഹൈൻ, രണ്ട് മുഖമുള്ള ആളുകളാണ്. അഥവാ ഒരു കൂട്ടരുടെ അടുക്കലെത്തുമ്പോൾ ഒരു രീതിയിൽ അവരെ സോപ്പിട്ടുകൊണ്ട് നിൽക്കും, മറ്റൊരാൾ അടുത്ത് നിൽക്കുമ്പോൾ അവിടെ പോയിട്ട് അവരെ സോപ്പിട്ടുകൊണ്ട് നിൽക്കും. അങ്ങനെ പരസ്പരം രണ്ട് മുഖം കാണിച്ചുകൊണ്ടിരിക്കുന്ന, അത് മുഖേന കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളാണ് യൗമുൽ ഖിയാമയിൽ ഏറ്റവും ഷർറ് നിറഞ്ഞ ആളുകളായിട്ട് ഉണ്ടാവുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. കാരണം അങ്ങനെയുള്ള ആളുകൾ എന്താണ്, ഒരു കുഴപ്പത്തിന്റെ വലിയ കുഴപ്പമുണ്ടാകും. പല കുടുംബ പ്രശ്നങ്ങളിലും അല്ലെങ്കിൽ അയൽപക്ക പ്രശ്നങ്ങളിലൊക്കെ അങ്ങനെ ഒരാളുണ്ടാവും. അവിടെ പോയിട്ട് നിൽക്കുമ്പോൾ ഒരാളായിട്ട് പറയുന്ന ഒരാളുണ്ടാവും, ഇവിടെ വന്ന് പറയുമ്പോൾ ഒരാളായിട്ട് പറയുന്ന ഒരാളുണ്ടാവും. അയാളായിരിക്കും എല്ലാ പ്രശ്നങ്ങൾക്കും പ്രധാനപ്പെട്ട കാരണക്കാരനായി മാറുന്നത്. അപ്പോ അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കേൾക്കുമ്പോ എന്താ, നമ്മൾ അങ്ങനെയാണോ നോക്കുക, നമ്മൾ അങ്ങനെയാണോ എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പൊ നമ്മൾ അങ്ങനെ ആകാതിരിക്കുക. നമുക്കൊരു ഒരൊറ്റ മുഖം, അതായത് ഒരു ഭാഗത്തിന് പോയിട്ട് അവരെ തൃപ്തിപ്പെടുത്തി അല്ലെങ്കിൽ അപ്പുറത്ത് പോയി അപ്പുറത്ത് തൃപ്തിപ്പെടുത്തി, അങ്ങനെയല്ല. നമ്മൾ രഞ്ജിപ്പുണ്ടാക്കാനാണ് മുസ്ലിമുകൾക്കിടയിൽ നോക്കേണ്ടത്, കുഴപ്പങ്ങൾ ഉണ്ടാക്കാനില്ല. ഷെർ നിറഞ്ഞൊരു കാര്യമാണ് എന്ന് പറയാണ്. ഇത് പ്രധാനമായും മുനാഫിഖുകളുടെ ലക്ഷണമാണ്. മുനാഫിഖീങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലും സ്വഹാബികളുടെ അടുക്കലും വന്നിട്ട് അവർ പറയും ആമന്ന, ഞങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട്,
ഞങ്ങൾ വിശ്വാസികളാണ് എന്നെല്ലാം പറയും. എന്നിട്ട് അവർ മുഅ്മിനീങ്ങളുടെ അടുക്കൽ പോയിട്ട് അവർ പറയും, അവരുടെ ആളുകൾ കുഫാറുകളെ മുശ്രിക്കുകളുടെ അടുത്ത് പോയിട്ട് അവർ പറയുന്ന വാക്ക്, ഞങ്ങൾ വിശ്വസിച്ചിട്ടില്ല, ഞങ്ങൾ അവരെ കളിയാക്കാൻ വേണ്ടി അവരോടൊപ്പം നിന്നതാണ് എന്ന നിലക്കാണ് പറയാറുള്ളത്. അപ്പൊ ഗൗരവത്തിൽ നാം ആ കാര്യം ശ്രദ്ധിക്കുക. അടുത്ത ഹദീസ് عن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم إياكم والظن فإن الظن أكذب الحديث ولا تناجشوا ولا تحاسدوا ولا تباغضوا ولا تنافسوا ولا تدابروا وكونوا عباد الله إخوانا. നമ്മൾ നേരത്തെ പറഞ്ഞ ആയത്തിലൊക്കെ രണ്ട് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നുകൂടി ഗൗരവത്തിൽ പറയുന്നത്, ആദ്യം പറഞ്ഞ വാക്ക് ഇയ്യാകും വദ്ദൻ, ഊഹങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം. അതായത് അടിസ്ഥാനമില്ലാതെ ഒരു സാധ്യത പോലും ഇല്ലാതെ ഊഹം അനുവദിച്ച മേഖലകളുണ്ട്. ഇപ്പൊ ഒരാള് ഒരു ഉദാഹരണം പറയാം, ഒരാള് മുൻപ് ഒരു തവണ കത്തെടുത്തിട്ടുണ്ട്. പിന്നീട് അതുപോലൊരു സാഹചര്യത്തിൽ അയാളെ കാണുകയുണ്ടായി, അല്ലെങ്കിൽ അയാളെ സംശയിക്കുകയുണ്ടായി. ആ നിലക്ക് ഇയാൾ എടുത്തിട്ടുണ്ടാവോ എന്ന് സംശയിക്കുന്നത് അനുവദനീയമാണ്. കാരണം മുമ്പ് അയാളുടെ മേലെ സംശയിക്കാനുള്ള എന്തുണ്ട്, ഒരു സാധ്യത അവിടെ ഉണ്ട്. ആ നിലക്ക് സംശയിക്കുക എന്നുള്ളത്, വന്നുണ്ടാവുക എന്നുള്ളത് തെറ്റല്ല. പക്ഷെ അയാളെ ആരോപിക്കാൻ പാടില്ല, വന്നുണ്ടാവുക എന്നത് തെറ്റല്ല. എന്നാൽ ഒരു അടിസ്ഥാനവും ഇല്ലാതെ ഊഹങ്ങൾ വെച്ച് പുലർത്തുന്ന അവസ്ഥ എന്നിട്ട് പറയാൻ, സംസാരങ്ങളിൽ വെച്ച് ഏറ്റവും കളവ് നിറഞ്ഞിട്ടുള്ള ഒരു വാക്കാണ് ഊഹം എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏറ്റവും പ്രശ്നങ്ങൾ മുസ്ലിമീങ്ങൾക്കിടയിലാവട്ടെ, അല്ലെങ്കിൽ മനുഷ്യർക്കിടയിൽ തന്നെ ഏറ്റവും പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഊഹായിരിക്കും. ഒരാളെ കുറിച്ച് മറ്റൊരാൾ വിചാരിക്കുന്ന, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പലതരത്തിൽ വിചാരിക്കുന്ന വിചാരങ്ങളെ കൊണ്ടാണ് പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്. മുസ്ലിമുകൾക്കിടയിലാവട്ടെ, അയൽവാസികൾക്കിടയിലാവട്ടെ, സഹോദരങ്ങൾക്കിടയിലാവട്ടെ, അവിടെ എല്ലാം ഈ തരത്തിലുള്ള വിഷയങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഊഹങ്ങളെ വെടിയുക എന്നുള്ളത് നാം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, ഗൗരവത്തിൽ പരിഗണിക്കേണ്ട ഒരു കാര്യമാണ് ഊഹത്തെ വെടിയുക എന്നുള്ളത്. ഇപ്പൊ ഒരാളെ കുറിച്ചിട്ട് തെറ്റായ രീതിയിൽ ഊഹിക്കാനൊന്നുമില്ല, അയാൾ നല്ലൊരു മനുഷ്യനാണ്, അതിൽ ബാഹ്യമായിട്ട് അയാളെ പറ്റി നമ്മളൊന്നും ന്യൂനത അറിഞ്ഞിട്ടില്ല, പിന്നെ എന്തിനാണ് അയാളെ കുറിച്ച് നമ്മൾ ഓരോന്ന് പറഞ്ഞുണ്ടാക്കുന്നത്? അയാൾ ഔഹത്തെ പ്രചരിപ്പിക്കേണ്ട ആവശ്യം എന്താണ്? ഒരാവശ്യം പ്രചരിപ്പിക്കും തോറും കൂടുതൽ പ്രശ്നത്തിലേക്ക് എത്തുക. അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവും, അവൻ അങ്ങനെ ചെയ്തിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഇവൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഇവൻ അങ്ങനെ ചെയ്തതാണ് എന്ന രീതിയിലൊക്കെ ചിന്തിക്കേണ്ട ആവശ്യം എന്താ? തഗാഫുലുണ്ടാകണം. ഒഴിവാക്കേണ്ട കാര്യം ഒഴിവാക്കിയിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ വേണ്ടി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില കാര്യങ്ങൾ പറയാൻ, മുസ്ലിമീങ്ങൾക്കിടയിൽ കുഴപ്പമുണ്ടാകാൻ സാധ്യതയുള്ള ചില കാര്യങ്ങൾ ഒഴിവാക്കണം. ഒന്നാമത്തേത് വലാ തനാജസു. നജിഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പരസ്പരം, രക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ഒരു സാധനം കച്ചവടം ചെയ്യാൻ വെച്ചിരിക്കുകയാണ്. അപ്പൊ കുറച്ച് ആളുകൾ ഒരുമിച്ച് കൂടിയിട്ട് തീരുമാനിച്ചു അവന്റെ കച്ചവടത്തിന്റെ വസ്തുവിന്റെ വില കുറക്കണം. അങ്ങനെ വാങ്ങാൻ ഒരു ഉദ്ദേശവും ഇല്ലാതെ എന്ത് ചെയ്യാണ്? ഒരാൾ പോയിട്ട് ഇത് ഇത്ര വിലയൊന്നുമില്ല, ഇതിന് ഇത്ര വിലയുള്ളൂ. മറ്റേ ആൾ പോയിട്ട് ഇത് കുറച്ച് വിലയുള്ളൂ, അല്ലെങ്കിൽ ഇതിന് ഇത്ര വില നൽകണ്ട എന്ന നിലക്ക് അയാളുടെ ആ സാധനത്തിന്റെ വില കുറച്ച് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യുക? കുറച്ച് ആളുകളെ കൂട്ടി പോയിട്ട് വില കുറപ്പിച്ച് പറയുക എന്നുള്ളത് അത് ചെയ്യാൻ പാടില്ല. അത് ഇങ്ങനെ ഈ വിൽക്കുന്ന ആളെ ഉപദ്രവിക്കാനും ചെയ്യാൻ, വിൽക്കുന്ന ആളെ സഹായിക്കാനും ചെയ്യാം. ഇപ്പൊ ഒരു സാധനം വിൽക്കാൻ വെച്ചിരിക്കുകയാണ്, അപ്പൊ പരസ്പരം വാങ്ങാൻ ഉദ്ദേശമില്ലാതെ അതിന്റെ വില ആളുകൾക്ക് മുമ്പിൽ കൂടുതൽ കാണിക്കാൻ വേണ്ടി അത് ഇത്ര വിലക്ക് ഞാൻ എടുക്കാം, അല്ലെങ്കിൽ ഇത്ര വില ഉണ്ട്, ഇത്ര വില ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ വില കൂട്ടി കാണിക്കുന്ന അവസ്ഥയിലുണ്ടാവാം. ഒന്ന് ഈ വിൽക്കുന്ന ആൾക്ക് ഉപദ്രവമായിട്ടുമാകാം, വിൽക്കുന്ന ആൾക്ക് സഹായമായിട്ടും ആകാം. വാങ്ങാൻ ഉദ്ദേശമില്ലാതെ ഒരു സാധനത്തിന് വില പറഞ്ഞുകൊണ്ട് അതിനെ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നതിനാണ് തനാജഷ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ മുസ്ലിംകൾക്കിടയിൽ ഉണ്ടാവുക. അങ്ങനെ ഉണ്ടായാൽ എന്താ ഉണ്ടാവുക? കച്ചവടം ചെയ്യുമ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ തുടങ്ങി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? മുസ്ലിങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും, പരസ്പരം പല കുഴപ്പങ്ങളുണ്ടാവും. ഈ കച്ചവട മേഖലയിലുള്ള പല ഹ്കാമുകൾ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ എല്ലാം ഹിക്മത്തായിക്കൊണ്ട് പണ്ഡിതന്മാർ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് മുസ്ലിമീങ്ങൾക്കിടയിൽ അവിടെ പ്രശ്നം ഉണ്ടാവരുതെന്നാണ്. മുസ്ലിമീങ്ങൾക്കിടയിൽ പ്രശ്നം ഉണ്ടാകാതിരിക്കാനാണ് കച്ചവടത്തിന്റെ അധിക നിയമങ്ങളോട് വെച്ചിട്ടുള്ളത്. കാരണം അത്രത്തോളം അതിനെ സംരക്ഷിച്ചിട്ടുണ്ട്, അത്രത്തോളം ആ മുസ്ലിമുകളുടെ സഹോദര ബന്ധം ഇസ്ലാമിൽ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്.
വലാ തഹാസദു, നിങ്ങൾ പരസ്പരം അസൂയ വെക്കരുത്. മുമ്പ് പറഞ്ഞിട്ടുണ്ട്, മറ്റൊരാളുടെ കിട്ടിയ നിഅമത്ത് നശിച്ചു കാണണമെന്ന് ആഗ്രഹിക്കുന്ന അസൂയ വെക്കരുത്. വലാ തബാഗദു, വിദ്വേഷം വെച്ച് പുലർത്തരുത്. വലാ തനാഫസു, മത്സരിക്കരുത്. എന്തെങ്കിലും വിഷയത്തിൽ എന്ത് വിഷയത്തിൽ മത്സരിച്ചുകൊണ്ടിരിക്കുന്ന. വലാ തദാബറു, പിണങ്ങി പിന്തിരിഞ്ഞു പോകുന്ന അവസ്ഥ ഉണ്ടാവരുത്. വകൂനു ഇബാദല്ലാഹി ഇഖ്വാന, നിങ്ങൾ അല്ലാഹുവിന്റെ നല്ല അടിമകളായിക്കൊണ്ട് സഹോദരന്മാരായിക്കൊണ്ട് മാറുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. മുസ്ലിമീങ്ങൾ ഈ ഹദീസുകളെല്ലാം ഒന്ന് ഇരുന്ന് ആലോചിച്ചിട്ടുണ്ടായിരുന്നു എങ്കിൽ, അല്ലെങ്കിൽ ഇതനുസരിച്ച് ജീവിതം അമലാക്കാൻ തയ്യാറായിട്ടുണ്ട് എങ്കിൽ ധാരാളം കുഴപ്പങ്ങൾ ഈ ഭൂമിയിൽ ഇല്ലാതാവുകയും മുസ്ലിമീങ്ങൾക്ക് ഇസ്സത്ത് ഉണ്ടാവുകയും ചെയ്യുമായിരുന്നു. മുസ്ലിമീങ്ങൾ ഛിന്ന ഭിന്നമായി പോകും തോറും അല്ലാഹു തആല പറഞ്ഞതാണ്, ആ ഭിന്നത കൊണ്ട് നിങ്ങളുടെ പ്രതാപമാണ് ഇല്ലാതാവുക, നിങ്ങളുടെ ഇസ്സത്താണ് ഇല്ലാതാവുക എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ള കാര്യമാണ്. عن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال, صلى الله عليه وسلم പറഞ്ഞു, تفتح أبواب الجنة يوم الاثنين ويوم الخميس, സ്വർഗത്തിലെ കവാടങ്ങൾ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും തുറക്കപ്പെടും. സ്വർഗത്തിന്റെ കവാടങ്ങൾ അമലുകൾ ഉയർത്തപ്പെടുക എന്ന നിലക്ക്, അല്ലെങ്കിൽ അമലുകൾ ഉയർത്തപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ സ്വർഗാവകാശിയാകും എന്ന നിലക്കെല്ലാം സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടും. ഓരോ അടിമക്കും പുറത്തു കൊടുക്കും. ഓരോ അടിമക്കും ഈ ദിവസങ്ങളിൽ പാപങ്ങൾ പുറത്തു കൊടുക്കുക. അതുകൊണ്ടാണ് ഈ ദിവസങ്ങളിൽ നോമ്പ് നോൽക്കൽ സുന്നത്തായിട്ടുള്ളത്. ഒരു കാരണം പുറത്തു കൊടുക്കുന്നത് പറയില്ല, അള്ളാഹുവിൽ പങ്കു ചേർക്കാത്ത, ശിർക്ക് ചെയ്യാത്ത ഓരോ അടിമക്കും അള്ളാഹു തആല ഈ ദിവസങ്ങളിൽ പുറത്തു കൊടുക്കും. ഇല്ലാ റജുലൻ, ഒരാൾ ഒഴികെ. മുശ്രിക്കീങ്ങൾക്ക് എന്തില്ല? അവിടെ മഗ്ഫിറത്തില്ല. മുശ്രിക്ക് അല്ലാത്ത ആളുകൾക്ക് മഗ്ഫിറത്ത് ഉണ്ട്. എന്നാൽ മുശ്രിക്ക് ശിർക്ക് ചെയ്യാത്ത ഒരാളിൽ, തൗഹീദുള്ളവരുടെ കൂട്ടത്തിൽ ഒരാൾ ഒഴികെ. ആരാ? ഇല്ലാ റജുലൻ കാനത് ബൈനഹു വബൈന അഖീഹി ശഹ്നാ, ഒരു വ്യക്തി അവനും അവന്റെ സഹോദരനും തമ്മിൽ ഒരു പിണക്കമുണ്ട്, ഒരു വഴക്കുണ്ട്, അവനത് തീർത്തിട്ടില്ല, ആ പിണക്കത്തിലാണ്. ഫയുഖാൽ, അവന്റെ വിഷയത്തിൽ പറയപ്പെടും, അംദിറു ഹാദൈനി ഹത്താ യസ്തലിഹാ, ഇവരുടെ രണ്ടുപേരുടെയും കർമ്മങ്ങൾ ഉയർത്താനും അവർക്ക് സ്വർഗത്തിൽ പ്രവേശനം ലഭിക്കാനും അല്ലെങ്കിൽ ആ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടാനും കുറച്ചുകൂടി കാത്തിരിക്കും, അവര് നേരാവോ നോക്കട്ടെ എന്ന് അവരുടെ വിഷയത്തിൽ പറയപ്പെടുന്നതാണ്. സുബ്ഹാനല്ലാഹ്, ആലോചിച്ച് നോക്കി, ഒരാഴ്ചയിലെ 2 ദിവസങ്ങൾ, അതിൽ 3 ദിവസത്തിൽ കൂടുതൽ പണയം കഴിഞ്ഞാലാണ് ഈ 2 ദിവസത്തിലായിട്ട് വരിക. അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ അവരുടെ കർമ്മങ്ങൾ എന്താകില്ല? സ്വീകരിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാവില്ല. കർമ്മങ്ങൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടില്ല. അവരുടെ മുമ്പിൽ സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടില്ല. അവർ തമ്മിൽ സുൽഹ് ഉണ്ടാകുന്നത് വരെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മിപ്പിക്കുകയാണ്. ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു തീരുമാനം എടുക്കണം. ഒരു മുസ്ലിമിന്റെ പല ഉപദ്രവം നമുക്കുണ്ടാകും, പല വിഷമങ്ങൾ നമുക്കുണ്ടാകും. എന്നാൽ അത് വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവണം. എന്നാൽ ദീനിയായിട്ട് ഒരാൾ ബിദ്അത്തുകാരനാണ്, ദീനിന് തെറ്റിപ്പോകുന്ന കാര്യങ്ങൾ അവന്റെ അടുത്തുണ്ട്. ഒരാൾ ശിർക്കിന്റെ ആളാണ്, നമ്മുടെ ദീന് പിഴച്ചു പോകുന്ന കാര്യം അവന്റെ അടുത്തുണ്ട്. ഒരാൾ ഹവയുടെ ആളാണ്, അവന്റെ ഒപ്പം കൂടി നമ്മൾ പാപങ്ങളിലേക്ക് പോകും. ഇങ്ങനെയുള്ള ആളുകളുമായിട്ട് നമ്മൾ ഹജ്ർ ചെയ്യാം, അനുവദനീയമാണ്. അയാളെ നമുക്ക് അകറ്റി നിർത്താം, അയാളോട് ബന്ധം വെക്കാതിരിക്കാം. നമ്മുടെ ദീന് നശിക്കുന്ന ഒരു കാര്യത്തിന്റെ പേരിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. പ്രകടമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ട്. അതല്ലാതെ തൗഹീദുള്ള, സുന്നത്തുള്ള, അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന മുസ്ലിമീങ്ങളുമായിട്ട് ഖൽബിൽ ഒരു വിദ്വേഷം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകാൻ പാടില്ല. അവരുടെ പേരിൽ ഒരു അകൽച്ച നമുക്ക് ഉണ്ടാവില്ല. അവരുടെ ഭാഗത്ത് നിന്ന് ഉപദ്രവം ഉണ്ടായാൽ പോലും നമ്മൾ ആലോചിച്ച് നോക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മുൻഗാമികളിൽപ്പെട്ട ഒരു നബിയെ സംബന്ധിച്ച്, ആ നബിയെ ഏത് സമൂഹത്തിലേക്കാണോ നിയോഗിക്കപ്പെട്ടത്, ആ നിയോഗിക്കപ്പെട്ട സമൂഹത്തിലെ ആളുകൾ എന്ത് ചെയ്തു? എറിഞ്ഞോടിച്ച് അല്ലെങ്കിൽ അടിച്ച് മുഖേൽപ്പിച്ച് തലയിൽ മുഖമെല്ലാം പൊട്ടി മുഖത്ത് രക്തം വാർന്നിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആ നബി ആ രക്തം, മുഖത്തുള്ള രക്തം തുടച്ചുകൊണ്ട് ആ നബി പറഞ്ഞു, അല്ലാഹുവേ എന്റെ ഖൗമിനെ നീ പുറത്തു കൊടുക്കണമേ, ഇന്നഹും ലാ യഅലമൂൻ, അവരറിവില്ലാത്തൊരു കൂട്ടരാണ്, അവരറിവില്ലാത്തവരാണ്. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയാണ്, 3 കാര്യങ്ങളാണ് നബി അവിടെ ചെയ്തത്. ഒന്ന്, അവർക്ക് ആ നബി പുറത്തു കൊടുത്തു. നബി എന്ത് വെച്ചിട്ടില്ല? അവരോട് പകയോ വിദ്വേഷമോ ഒന്നും വെച്ചിട്ടില്ല. 2, അവർക്ക് മഗ്ഫിറത്തിന് വേണ്ടി തേടി, അള്ളാഹുവിനോട് അവർക്ക് വേണ്ടി തേടി. 3, അവർക്കൊരു ഉദ്ർ കാണുകയും ചെയ്തു.
അറിവില്ലാത്തതുകൊണ്ട് അവർ ചെയ്താന്നുള്ള ഒരു ഒഴികഴിവ് നബിയുടെ ഭാഗത്ത് നിന്ന് ആരോട് പറയാണ്? അള്ളാഹിനോട് പറയാണ്. വല്ല ആവശ്യമുണ്ടോ? ഇല്ല. ഇതിലും വലിയ ഉപദ്രവം ആരെങ്കിലും ചെയ്യോ? അള്ളാഹുവിൽ നിന്ന് വഹി കിട്ടിയിട്ട്, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ്. അള്ളാഹുവിൽ നിന്ന് വഹി കിട്ടിയിട്ട് ഈ ആളുകൾക്ക് ഏറ്റവും ഹൈറായ, അവർക്ക് രക്ഷപ്പെടാനുള്ള സ്വർഗത്തിലേക്കുള്ള വഴി കാണിക്കാൻ പറഞ്ഞു കൊടുത്ത ഒരു നബിയെ ഇങ്ങനെ ഉപദ്രവിച്ചിട്ട് ആ നബി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും സ്ഥലത്തർക്കത്തിന്റെ പേരിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വസ്തുക്കളുടെ പേരിലോ അല്ലെങ്കിൽ നമ്മുടെ അഭിമാനക്ഷതമേൽക്കുന്ന കാര്യത്തിന്റെ പേരിലോ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായതിന്റെ പേരിൽ ഒരു മുസ്ലിമോട് തെറ്റിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ഇല്ല, ഒരു ആവശ്യമില്ല. അത് പുറത്തു കൊടുക്കാൻ നമുക്ക് സാധിച്ചാൽ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ഈ ഒരു സംഭവം വിശദീകരിക്കുന്നത് പറയുന്നത് നബിമാരുടെ ദറജയിലുള്ള അല്ലെങ്കിൽ അത്രയും നല്ല കൽബുള്ള ആളുകൾക്കെല്ലാം അത് സാധിക്കൂല. നമുക്കെന്തായാലും നബി ആവാനൊന്നും പറ്റൂല. ആ ഒരു കൽബ് നേടിയെടുക്കാനുള്ള ഒരു അവസരമാണ് ഇതുപോലെയുള്ള അവസ്ഥ. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു സംഭവം നമുക്ക് അറിയാം. ഒരിക്കലും മസ്ജിദിൽ ഇരിക്കുകയാണ്. അപ്പൊ പറഞ്ഞു, ഒരാൾ കടന്നു വരും, അയാൾ സ്വർഗാവകാശിയാണെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരാൾ നോക്കി, സഹാബികളൊക്കെ നോക്കുകയാണ്. അപ്പോ വുദു എടുത്ത വെള്ളം താടി നിന്നൊക്കെ ഒറ്റി കയ്യിൽ ചെരുപ്പൊക്കെ പിടിച്ചൊരു സഹാബി വന്നു. അത് സഅദ് ബിൻ അബി വഖാസ് ആണെന്നോ അതല്ല എന്തോ പേര് കൃത്യമായി വന്നിട്ടില്ല, ചില അഭിപ്രായങ്ങളുണ്ട്. അപ്പൊ സഹാബി വന്നു. അപ്പോ എല്ലാവരും കണ്ടു. പിറ്റേ ദിവസം സഹാബികൾ ഇരിക്കുമ്പോ ഇങ്ങനെ ഉണ്ടായി. മൂന്നാമത്തെ ദിവസം ഇങ്ങനെ ഉണ്ടായി. അപ്പൊ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു ഭയങ്കര അത്ഭുതം. ഇതിപ്പോ എന്താ, ഞങ്ങൾക്കൊന്നും ഇല്ലാതെ ഈ വ്യക്തി എന്താ കൂടുതൽ ചെയ്യുന്നുണ്ടാവുക? അങ്ങനെ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ 2-3 ദിവസം നിൽക്കട്ടെ എന്ന് ചോദിച്ചു. രഹസ്യമായി ചെയ്യുന്ന ഈ ഭാഗത്തിൽ എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ വീട്ടിൽ താമസിച്ചു നോക്കി. അപ്പൊ നോക്കുമ്പോ രാത്രി ഒന്നും എനിക്ക് വലിയ നിസ്കരിക്കുന്നില്ല. രാത്രി ഫുള്ള് നിസ്കാരമായിരിക്കും വിചാരിച്ചു. രാത്രി നിസ്കരിക്കുന്നില്ല, കിടക്കും. രാത്രി നേരത്തെ ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞാല് കുറച്ച് ദിക്റുകൾ ചെല്ലും. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. കിടപ്പിൽ ഇങ്ങനെ ചെല്ലും. അത്രേ ചെയ്യുന്നുള്ളൂ. വേറെ കാര്യമായിട്ട് ഒന്നും ചെയ്യുന്നില്ല. ബാക്കിയുള്ളവർക്ക് സാധാരണ ചെയ്യുന്ന ആളുകൾ ചെയ്യുന്ന കാര്യങ്ങളെ ചെയ്യുന്നുള്ളൂ. മൂന്നാം ദിവസം ആയപ്പോ അബ്ദുല്ലാഹി ഇബ്നു അംർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വന്നതാണ്, ഇങ്ങനെ നിങ്ങൾ വരുന്നതിന് മുമ്പ് റസൂൽ ഇങ്ങനെ പറഞ്ഞിരുന്നു, അപ്പൊ നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി വന്നതാണ് പറഞ്ഞു. പക്ഷെ ഞാൻ ഒന്നും കണ്ടില്ല, നിങ്ങൾ പ്രത്യേകമായിട്ട് ഒന്നും ചെയ്യുന്നത് കണ്ടില്ല എന്ന് പറഞ്ഞു. അപ്പോ ഈ സഹാബി പറഞ്ഞു, നീ എന്താണോ എന്നെ കണ്ടത് അതാണ് ഞാൻ വേറൊന്നും ചെയ്യണമെന്നില്ല. ഒരു കാര്യമുണ്ട്, രാത്രി ഞാൻ ഉറങ്ങുന്നതിന് മുമ്പ് ഞാൻ ഉറപ്പിക്കും, എന്റെ കൽബിൽ ഒരു മുസ്ലിമിനോടും ഒരു തരത്തിലുള്ള വിദ്വേഷമോ പകയോ അകൽച്ചയോ ഇല്ല എന്ന് ഞാൻ ഉറപ്പിച്ചിട്ടേ രാത്രി ഉറങ്ങാറുള്ളൂ എന്ന് പറയും. അപ്പൊ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു പറയാൻ, ഇതാണ് ഞങ്ങൾക്ക് സാധിക്കാതെ പോയത്. നിങ്ങൾക്ക് സാധിച്ചതും ഞങ്ങൾക്ക് സാധിക്കാതെ പോയതുമായിട്ടുള്ള കാര്യം ഇതാണ് എന്ന് ആ സഹാബി പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് വളരെ ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ്. ഒരു മുസ്ലിമിന് പുറത്തു കൊടുക്കുക, വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കുക എന്നുള്ളത് വളരെ ശ്രേഷ്ഠ. ആരെ ഇങ്ങോട്ട് ഉപദ്രവിച്ച ആളുടെ കാര്യം പറയുന്നത്, ഇങ്ങോട്ട് ഉപദ്രവിച്ച ആൾക്ക് പുറത്തു കൊടുക്കുന്ന കാര്യമാണ് ഈ പറയുന്നത്. എളുപ്പമുള്ള കാര്യമല്ല, പറയാൻ എളുപ്പമായിരിക്കും. പക്ഷെ നമ്മുടെ കുറെ പണം പറ്റിച്ച ഒരാളോട്, അല്ലെങ്കിൽ നമ്മളെ പറ്റി കള്ള ആരോപണങ്ങൾ പറഞ്ഞിടുന്ന ഒരാളോട്, അല്ലെങ്കിൽ നമ്മളെ ഏതെങ്കിലും തരത്തിൽ ഉപദ്രവിച്ച ഒരാളോട് ഞാൻ പുറത്തു തന്നിരിക്കുന്നു, അള്ളാഹു ഇനി അവന് പുറത്തു കൊടുക്കണം എന്നൊക്കെ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും നല്ല ഖൽബുള്ള ആളുകൾക്ക് സാധിക്കുന്ന കാര്യമാണ്. അങ്ങനെയുള്ള ആളുകളാവാൻ നിങ്ങൾ പരിശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. هذا حديث عن أبي الدرداء رضي الله عنه قال ألا أحدثكم بما هو خير لكم من الصدقة والصيام. أبو الدرداء رضي الله عنه പറഞ്ഞ അസർ ആണ്. അദ്ദേഹം പറയാണ്, തഖദ്ദമ മർഫൂഅൻ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് വന്നിട്ടുണ്ട്, ഞാൻ നിങ്ങൾക്ക് സദഖയേക്കാളും നോമ്പിനേക്കാളും ഖൈറായിട്ടുള്ള ഒരു കാര്യം അറിയിച്ചു തരട്ടെയോ എന്ന് പറഞ്ഞു. സലാഹു ദാത്തിൽ ബൈൻ, പരസ്പരമുള്ള ആളുകൾക്കിടയിൽ മുസ്ലിമീങ്ങൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കലാണ്. അലാ വഇന്നൽ ബുഗ്ളത ഹിയൽ ഹാലിഖ, എന്നാൽ പരസ്പരം വിദ്വേഷം ഉണ്ടാവുക എന്നുള്ളത് നാശം വരുത്തുന്ന കാര്യമാണ് എന്ന് കൂടി പറഞ്ഞു. അടുത്തൊരു ഹദീസ് കൂടി വായിക്കാം. പിന്നെ അതോടുകൂടി ഈ അദ്ബുൽ മുഫ്രദിന്റെ നമ്മൾ നോക്കുന്ന ഷർഹിന്റെ ഒന്നാമത്തെ വോളിയം അവസാനിക്കും. ബാബു മൻ അശാറ അലാ അഖീഹി വഇൻ ലം യസ്തശിർഹു, ഒരാൾ എന്തെങ്കിലും ഒരു വഴി ചോദിച്ചിട്ടില്ല എങ്കിൽ കൂടി ഒരാൾക്ക് വഴി കാണിച്ചു കൊടുക്കുന്നതിന്റെ മായി ബന്ധപ്പെട്ടുള്ള ബാബാണ്. അതായത് ഒരാള് നമ്മൾ കാണാണ്, അയാൾ പോകുന്നത് തെറ്റായ വഴിയിലൂടെയാണ് എന്ന് തോന്നുമ്പോ വഴി ചോദിച്ചാൽ ശരിക്കും പറഞ്ഞു കൊടുക്കണം. ഇനി അയാൾ തെറ്റായ വഴിക്ക് പോകണം കണ്ടാലും ഇതിന്റെ കാര്യമൊന്നല്ല, നമുക്ക് നോക്കണ്ടെന്നല്ല, അയാൾക്ക് ശരിയായ വഴി പറഞ്ഞു കൊടുക്കണം എന്നുമായി ബന്ധപ്പെട്ടതാണ്. عن وهب بن كيسان وكان وهب أدرك عبد الله بن عمر. ഒരിക്കൽ അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹു തബീഇയായിട്ട് വഹബ് ബിൻ കൈസാൻ കണ്ടുമുട്ടി. അന്ന ബിൻ ഉമർ റഅ റാഇയൻ വഗനമൻ ഫീ മകാൻ ഖബീഹ്,
ഇബ്നു ഉമർ ഒരു ആട്ടിടയനെയും അയാൾ മേയ്ക്കുന്ന ആടുകളെയും മോശപ്പെട്ട ഒരു സ്ഥലത്ത് കണ്ടു, അഥവാ ആടുകൾക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന ഗുണമില്ലാത്തൊരു സ്ഥലത്ത് കണ്ടു. എന്നാൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു എന്തറിയാം, ഈ ആടുകൾക്ക് മേയാൻ പറ്റിയ നല്ലൊരു സ്ഥലം അറിയാം, മോശപ്പെട്ട സ്ഥലമല്ല, നല്ലൊരു സ്ഥലം അറിയാം. ഫഖാല ലഹു, അപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആട്ടിടയനോട് പറഞ്ഞു, വൈഹക്, നീ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ എന്താണ് ചെയ്യുന്നത് താക്കീത് പറയുന്നത്, യാ റാഇ ഹവ്വിൽഹാ, ആട്ടിടയ നീ ഇവരെ കൊണ്ട് മറ്റേ സ്ഥലത്തേക്ക് പോ. ഫഇന്നി സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, കുല്ലു റാഇൻ മസ്ഊലുൻ അൻ റഇയതിഹി, ഓരോ ആട്ടിടയനും അവന്റെ കീഴിലുള്ള ആടുകളെ പറ്റി ചോദ്യം ചെയ്യും, അല്ലെങ്കിൽ ഓരോ ഉത്തരവാദിത്തമുള്ളവനും അവന്റെ കീഴിലുള്ള ഉത്തരവാദിത്തത്തെ പറ്റി ചോദ്യം ചെയ്യും എന്നുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്. അപ്പൊ ഒരാൾക്ക് പ്രവർത്തനം ചെയ്യാണ്, അപ്പൊ അയാൾ മോശപ്പെട്ട ഒരു സ്ഥലത്താണ് ചെയ്യുന്നതെങ്കിൽ നല്ലൊരു സ്ഥലമാണെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഇത് പലതരത്തിൽ മനസ്സിലാക്കാം കേട്ടോ. ഇപ്പൊ ഒരാൾ കച്ചവടം ചെയ്യാൻ തീരുമാനിച്ചു, അപ്പൊ കച്ചവടത്തിന് നഷ്ടം വരുന്ന ഒരു സ്ഥലത്താണ് തുടങ്ങുന്നതെങ്കിൽ നമുക്ക് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാം, ഇതിനേക്കാൾ നല്ലത് അതായിരിക്കും, എടുക്കുക അയാളുടെ ഇഷ്ടം. അപ്പൊ അങ്ങനെ അത് കാണിച്ചു കൊടുക്കാം. ഇൻഷാഅല്ലാഹ് ബാക്കി അടുത്ത ദിവസം നോക്കാം. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത, അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.